എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ 2025 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത്തം നക്ഷത്രക്കാരുടെ ഈ സെപ്റ്റംബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Fool card, High Priestess, Four of Wands, Ace of Cups, Nine of Cups, Three of Cups energy. ഈ ഒരു മാസം നിങ്ങൾക്ക് ഒത്തിരി സന്തോഷങ്ങൾ, ഒത്തിരി ആഘോഷങ്ങളും സന്തോഷങ്ങളുടെയും ഒരു മാസം എന്ന് പറയാം. ഹാപ്പി മന്ത് എന്നുള്ളതാണ് ഇത് നിങ്ങളെ സംബന്ധിച്ച ഈ തീം. കാരണം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഫുൾ എനർജിയാണ്. നിങ്ങളിൽ തന്നെ വിശ്വസിക്കാൻ തുടങ്ങും. നിങ്ങൾക്കൊരു എല്ലാത്തിലും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് സന്തോഷം, സംതൃപ്തിയും ഒക്കെ തോന്നുമ്പോൾ നമ്മളെ തന്നെ വിശ്വസിക്കും, നമ്മളെ സ്നേഹിക്കും, നമുക്ക് ചുറ്റുമുള്ളതിനെ സ്നേഹിക്കും. അതായത് എല്ലാത്തിലും പോസിറ്റിവിറ്റി നമുക്ക് കണ്ടെത്താൻ പറ്റും. യു ഫീലിംഗ് ഫ്രീ, അതായത് നമുക്കൊരു സ്വാതന്ത്ര്യം നമ്മൾക്ക് ആസ്വദിക്കാൻ, സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം, സ്വാതന്ത്ര്യം ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ എനർജി വളരെ പോസിറ്റീവായിട്ട്, നിങ്ങൾ വളരെ ഒരു പോസിറ്റീവ് സോൾ എന്ന് പറയുന്ന ഒരു എനർജിയാണ് ഇവിടെ. ഒരു യാത്ര തുടങ്ങുകയാണെന്ന് വേണമെങ്കിൽ പറയാം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഈ എല്ലാ യാത്രയും പോലെ തന്നെ ആദ്യത്തെ ചുവട്ടുപടിയാണ് ഈ യാത്രയിലേക്ക് നിങ്ങൾ വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു യാത്രയുടെ ആദ്യത്തെ ചുവട്ടുപടി എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും യാത്ര വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള യാത്രയാണ്. ജോലി അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കുടുംബം മറ്റ് തലത്തിലേക്കായിരിക്കാം, ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും മറ്റ് സ്ഥലങ്ങളിലെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു എനർജി ആയിരിക്കാം. പലതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആ ഒരു പ്രപഞ്ചശക്തി ആയിട്ട് നിങ്ങൾ അതായത് നിങ്ങൾക്ക് സംവദിക്കാൻ പറ്റും. പല കാര്യങ്ങളും എങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലിരുന്ന് ആരോ നിങ്ങളോട് പറയുന്ന ഒരു ഫീലിംഗ് ആണ് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ അവബോധ മനസ്സ് നിങ്ങൾക്കെല്ലാം കാട്ടിത്തരുന്നു, അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങൾ റെഡിയാണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് നിങ്ങൾക്കിപ്പോൾ. അതായത് ഒരു പുതിയൊരു തുടക്കം, പുതിയൊരു ജീവിതം, പുതിയൊരു ലൈഫ് സ്റ്റൈല്, എല്ലാത്തിനും നിങ്ങൾ ഒരു തുടക്കം, ആ ഒരു വളരെ ഉന്മേഷത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ജീവിതം ആരംഭിക്കുകയാണ്, പുതിയൊരു ജീവിതം തന്നെ ആരംഭിക്കുകയാണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ശരിക്കും ഇപ്പോൾ. ജീവിതത്തോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവാണ്. ഓക്കെ, അതേപോലെ ഹൈ പ്രീസ്റ്റേഴ്സ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം സ്പിരിച്വലി കണക്റ്റഡ് ആണ്. ആത്മീയമായിട്ടുള്ളൊരു ഉണർവ് നിങ്ങളിലുണ്ടാകും. നിങ്ങളിൽ ആ ഒരു എന്താ പറയുക, കാംനെസ്, ഒരു വളരെ പീസ് ഓഫ് മൈൻഡ് നിങ്ങൾ പല കാര്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം വളരെ ശാന്തതയോട് കൂടിയിട്ട് നിങ്ങൾ എല്ലാത്തിനെയും സമീപിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒരു യോഗി എന്ന് പറയുന്ന ആ ഒരു മനോഭാവം നിങ്ങളിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റിനും എന്താണോ സംഭവിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കണം, അത് വളരെ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് വിരക്തിയോ അങ്ങനത്തെ ഒരു സാഹചര്യമല്ല. മറിച്ച് ചുറ്റുമുള്ള എല്ലാത്തിനെയും സ്നേഹിക്കുന്നു. പക്ഷെ ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി അത് കേൾക്കുന്നു. പക്ഷെ നിങ്ങൾക്കത് ശരിയാണ്, അവർക്കത് മറുപടി പോലും നിങ്ങൾ കൊടുക്കുന്നില്ല. അവർക്കത് ശരിയാണ്, നിങ്ങളത് മനസ്സിലാക്കുന്നു. പക്ഷെ എൻ്റെ ശരി ഇതാണ് എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ ലൈഫ് ജീവിക്കാൻ തുടങ്ങുക. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ദൈവികമായിട്ടുള്ളതും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിയുന്നത്, ഒരു പക്ഷേ ചില ആളുകളെ പറയുകയാണെങ്കിൽ നിങ്ങളൊരു നിരീശ്വരവാദി ആയിരുന്നിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ദൈവവിശ്വാസി ഒരിക്കലും ആയിരുന്നില്ല. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി ചിലപ്പോൾ നിങ്ങളൊരു പ്രത്യക്ഷത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസത്തിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നിരിക്കാം. ഇപ്പോൾ നിങ്ങളതെല്ലാം മാറി ഒരു മറ്റൊരു ചിന്തയിലേക്കാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷെ നിങ്ങൾ വളരെ ശാന്തരായിട്ട് ആ ഒരു ദേഷ്യവും വാശിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ
ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായിട്ട് നോക്കി കാണുന്നു. നിങ്ങൾക്ക് എതിരഭിപ്രായമുള്ള ആളുകളാണെങ്കിലും നിങ്ങളോട് അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിൽ രണ്ടുപേരോടും ഒരേപോലെ പ്രവർത്തിക്കാനും സംസാരിക്കാനും ചിന്തിക്കാനും നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളൊരു എനർജിയാണ്. പിന്നെ ഇവിടെ 4 ഓഫ് വാൻഡ്സ് എനർജിയാണ്. ഒത്തിരി സന്തോഷമുള്ള സമയമാണ് കുടുംബ അന്തരീക്ഷത്തിൽ. അപ്പോൾ ഫാമിലി ആയിട്ട് ഒരുമിച്ച് യാത്രകൾ ചെയ്യാൻ പറ്റുന്നത് ഒത്തിരി സന്തോഷം തരുന്ന വിനോദയാത്ര, അതേപോലെ ദേവാലയങ്ങൾ സന്ദർശിക്കുന്നതാവാം, കുടുംബത്തോടൊപ്പം യാത്ര, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അച്ഛനമ്മമാർ, സഹോദരങ്ങൾ, മക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾക്കൊരു കെട്ടുറപ്പും ഊഷ്മളതയും ഉണ്ടാകുന്നു. നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ ഒരു രീതിയിൽ സംസാരിച്ച് നാളുകളായി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. ഒരുപക്ഷെ ഓണത്തിൻ്റെ സമയമായിരിക്കാം നിങ്ങൾ ഒരുമിച്ച് ഓണസമയത്തോ ഓണാവധിക്കോ ഒരുമിച്ച് പോകുന്നതൊക്കെ, എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നതോ മറ്റുമൊക്കെ ആയിരിക്കും. ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ലൈഫ് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം നിങ്ങൾ ചിന്തിച്ചോ അതേ രീതിയിൽ തന്നെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒത്തിരി നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുന്നുണ്ട്. ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്യുന്നു. അതേപോലെ തന്നെ ഫാമിലി, ചില ആളുകൾ ജോലി ചെയ്യുന്ന ദൂരസ്ഥലത്താണെങ്കിൽ നിങ്ങൾ വീടിനടുത്തേക്ക് ട്രാൻസ്ഫർ മാറി തിരിച്ചു വരുന്ന അച്ഛനമ്മമാർ പ്രായമായിട്ടുള്ളവരായിരിക്കാം. അപ്പോൾ അവരെ നോക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ വീട്ടിൽ അച്ഛനമ്മമാർക്കും സന്തോഷം, നിങ്ങൾക്കും സന്തോഷം, നിങ്ങൾക്ക് മനസ്സിനൊരു തൃപ്തി, അവരൊറ്റയ്ക്കല്ല എന്നുള്ളതും നിങ്ങൾക്ക് അവരോടൊപ്പം നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതും ഒക്കെ തൃപ്തി. കുട്ടികളും അതേപോലെ ഫാമിലിയിൽ എല്ലാവരും ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ ഒരു ഗ്രാമപ്രദേശത്തേക്ക് മാറുന്നുണ്ടാവും, നിങ്ങളുടെ ചിന്താഗതി മാറുന്നു. സിറ്റി ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാൾ ആ ഒരു സിറ്റി ലൈഫിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് മാറി ഓട്ടപ്രദക്ഷിണത്തിൽ നിന്ന് മാറി ഒരു ശാന്തസുന്ദരമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യവും ആകാം. അങ്ങനെയുള്ള പല മാറ്റങ്ങളും വരുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. അതേപോലെ ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. പ്രണയ സാക്ഷാത്കാരത്തിൻ്റെയൊക്കെ സാധ്യതകളുള്ള സമയമാണ്. ഓൾറെഡി പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ അത് വിവാഹത്തിലേക്ക് കലാശിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിലുണ്ടാവാം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രപ്പോസൽസ് വരുന്ന ഒരു സമയമാണ് ഏസ് ഓഫ് കപ്സ് എനർജി എന്ന് പറയുന്നത്. ഈ ഒരു സമയം പ്രണയം മാത്രമായിരിക്കും, നല്ല നല്ല സൗഹൃദങ്ങളും ആവാം, പുതിയ കണക്ഷൻസ്, അത് റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഇതായിരിക്കണമെന്നില്ല, മനസ്സ് തൊട്ടിട്ടുള്ളൊരു ബന്ധം, അതായത് ഒരു ആത്മബന്ധം, ഒരു സോൾമേറ്റ് കണക്ഷൻ നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെ ഒരു മാജിക്കലായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ചുറ്റിനും നിങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം, നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുടെ ഒരു സംരക്ഷണ വലയം എന്നുള്ള രീതിയിൽ ഒരു സാഹചര്യം നിങ്ങൾക്ക് ചുറ്റുപാടും കാണിക്കുന്നു. 9 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ പല ആഗ്രഹങ്ങളുടെയും സബലീകരണമാണ്. ഫാമിലി എടുത്ത് ഒരുമിച്ച് ഇരിക്കാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു, അത് സബലീകരിക്കുന്നു. ദൂരദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരു നാട്ടിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയും ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരം വരുന്നു. അതിൻ്റെ സന്തോഷം, ആഗ്രഹിച്ച് ജോലി കിട്ടിയതിൻ്റെ സന്തോഷമായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള തൃപ്തി. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ചില ടീച്ചേഴ്സ് ആയിരിക്കാം, നല്ല ടീച്ചേഴ്സ്, നല്ല അധ്യാപകരെ ലഭിക്കുക, നല്ല സൗഹൃദം അധ്യാപകരുമായിട്ട് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുക, ഇതൊക്കെയും തന്നെ ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത കുറച്ചധികം കാലങ്ങളായിട്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യും, അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സന്തോഷമാണ്, സംതൃപ്തിയാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നു, അതിനുള്ള അതിന് നന്ദി പ്രകടിപ്പിക്കാനും നിങ്ങൾ മറക്കുന്നില്ല എന്നുള്ളതും വീണ്ടും നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. 3 ഓഫ് കപ്സ് എനർജിയാണ്. ആഘോഷങ്ങൾ, സെലിബ്രേഷൻസ് ആണ്. ചില ആളുകൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നുണ്ടാവും, ശമ്പള വർധന, ഇതിൻ്റെയൊക്കെ ആഘോഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഒരു എനർജി, അതായത് 3 ഓഫ് കപ്സ് എനർജി സൂചിപ്പിക്കുന്നത് ഫ്രണ്ട്ഷിപ്പാണ്, നല്ല സൗഹൃദങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ചില ബന്ധങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ തരക്കേടില്ലാതെ പോകുന്നു ചില ബന്ധങ്ങളിൽ,
എന്നിരുന്നാലും എവിടെയോ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾക്ക് ശരിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു കണക്ഷൻ സ്ഥാപിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നന്നായിട്ട് സംസാരിക്കുന്നു, കെയർ ചെയ്യുന്നുണ്ട്, പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് കുറവ് എവിടെയോ ഉണ്ട് എന്നുള്ളത് തീർന്നു കിട്ടുന്ന സമയം നിങ്ങൾ തുറന്ന് സംസാരിക്കുന്നു രണ്ട് കൂട്ടരും, കാര്യങ്ങൾ രണ്ട് കൂട്ടരും മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നു. ഇതൊക്കെ സന്തോഷം തരുന്ന കാര്യമാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സന്തോഷം തരുന്ന കാര്യമാണ്. ആഘോഷങ്ങൾ, പാർട്ടീസ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇൻവോൾവ് ആവുന്ന സമയവുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.